ഉച്ചയ്ക്ക് ഇതേ കഞ്ഞിയൊക്കെ കുടിച്ച് മരുന്നൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തേജപ്പം വരുമ്പോഴാണ് ഞാൻ എണിക്കണത്. അങ്ങനെ ദേവനെ മേലൊക്കെ കഴുകിച്ച് ദേവന് ചായ കൊടുക്കാൻ നോക്കട്ടെ. അപ്പം എനിക്ക് നല്ല കട്ടൻ ചായ ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. തേജുവിന് പാല് കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചു, പക്ഷെ അവന് പാല് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനത് ചായയാക്കി കൊടുക്കട്ടെ ചെയ്ത്. പിന്നെ എനിക്ക് ഈ ഒരു സമയത്ത് വായിക്ക് രുചി തീരെ ഇല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് കട്ടൻ ചായയും ബ്രെഡൊക്കെ കഴിക്കാനായിരുന്നു എനിക്ക് തോന്നുന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ ബ്രെഡും കട്ടൻ ചായയും കൂട്ടിയിട്ട് ഞാൻ കഴിക്കുന്നുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പനിയൊക്കെ ഒന്ന് വിട്ട പോലെ തോന്നിയിട്ട് അപ്പോൾ പിന്നെ വീണ്ടും റെസ്റ്റ് എടുക്കണ പോലെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്ന് പോകും, നല്ല മടി കയറും. അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് പഴയ പോലെ ഒന്ന് ആക്റ്റീവായിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടായിട്ട് അപ്പം ഞാൻ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി ഒതുക്കിയെടുത്ത് വെച്ചില്ലെങ്കിൽ നാളേക്ക് അത് ചീഞ്ഞ് നാശമായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചക്കറിയൊക്കെ ഒന്ന് റെഡിയാക്കി ഒതുക്കി കഴുകി എടുത്ത് വെക്കാൻ വിചാരിച്ചു. ആ കൂട്ടത്തിൽ ഫ്രിഡ്ജും കൂടി തുടച്ച് വൃത്തിയാക്കാന്ന് വിചാരിച്ചു എന്ന് മാത്രമല്ല ചെയ്യുന്നും കൂടി ഉണ്ട് കേട്ടോ. ഒന്നും ഓക്കെ ആയി കഴിഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊന്ന് ഉഷാറാവട്ടെ. അല്ലെങ്കിൽ പിന്നെ പനി പിടിച്ച ഫീല് പോവില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ മൂടി തൂങ്ങി നടക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഞാൻ ആക്റ്റീവായിട്ട് പഴയ പോലെ വരും. അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കവർന്ന് പുറത്തേക്ക് എടുത്തിട്ട് നന്നായി കഴുകും. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ പച്ചക്കറി ഇട്ടേക്കുന്ന ബോക്സിൽ വെജിറ്റബിൾ ബോക്സ് ഒക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മുളകിൻ്റെ ആ ഞെട്ട് പൊട്ടിച്ചിട്ട് കഴുകിയിട്ടാ ഞാൻ ബോക്സിൽ അടച്ച് വെക്കുക. അപ്പോൾ ചെയ്യില്ല, കുറേ നാൾ ഫ്രിഡ്ജിൽ ഇരിക്കും കേട്ടോ. അതിൻ്റെ ഞെട്ട് പൊട്ടിച്ച് കളയണേ. പിന്നെ അതുപോലെ തന്നെ തക്കാളിയും എല്ലാതും ഇതേ കഴുകി വെച്ചു. പിന്നെ ഇഞ്ചി കേട്ടോ, ഇഞ്ചി അതെ ഞാൻ മണ്ണൊക്കെ നന്നായി കഴുകി കളഞ്ഞ് അതിൻ്റെ തോല് ചുരണ്ടിയിട്ട് ഞാൻ ഇതുപോലെ എയർ പുറത്തേക്ക് പോകാത്ത രീതിയിൽ ബോക്സിലാക്കി വെക്കും. അപ്പോൾ കുറച്ച് ദിവസം ഇരിക്കും, കേടായി ചീഞ്ഞ് പോവില്ല കേട്ടോ. അങ്ങനെ എല്ലാതും ഇതേ ഫ്രിഡ്ജ് തുടച്ച് വൃത്തിയാക്കി എല്ലാതും അടക്കി പറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ പണി ഉണ്ടായിരുന്നത് എന്താണെന്നറിയോ, നമ്മുടെ ഫ്രിഡ്ജിൽ ഒരുപാട് അച്ചാറിൻ്റെ ബോട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇതാണ് എന്തെങ്കിലും ഒന്ന് ചെയ്ത് പ്രാന്ത് തുടങ്ങി ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് ക്ലീൻ ആക്കാൻ നിൽക്കേ. അപ്പോൾ അച്ചാറിൻ്റെ ബോക്സ് വൃത്തിയാക്കണതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചിൻ പുള്ളിയുടെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ നിലത്ത് വീണിട്ട് മൊത്തം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, ഒന്നും ചെയ്യണ്ടായിരുന്നു, മിണ്ടാണ്ട് എവിടെയെങ്കിലും ഇരുന്നാൽ മതിയായിരുന്നു. എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് തോന്നി. അത് വേറെ ഒന്നല്ല കേട്ടോ, നമ്മളൊരു പണി ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഇരട്ടിപ്പണിയോളം ഉണ്ടാക്കുകയല്ലേ, അതുകൊണ്ടാട്ടാ. അങ്ങനെ അതേ മൊത്തം ബോക്സ് അച്ചാറിലെ ആവശ്യമില്ലാത്തൊക്കെ കളഞ്ഞിട്ട് അതെല്ലാം കഴുകി വെള്ളം വാരാൻ കമുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അവിടെ ഒന്നും ഇങ്ങനെ പരന്നിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജ് തുടയ്ക്കുമ്പോഴേ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരി വൃത്തിയാക്കി എടുത്തു. പിന്നെ എനിക്ക് മൊത്തത്തിലൊന്ന് ഉന്മേഷമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേലാണെങ്കിൽ ചെയ്തപ്പോൾ പിന്നെ ഞാൻ കുറച്ച് തുണികളൊക്കെ ഇന്നലെ കഴുകിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വയ്യാത്തതുകൊണ്ട്. അപ്പം ഞാനത് ഇന്നെല്ലാതും എടുത്തു. ഇതിപ്പോഴും മടക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ റൂമിൽ കൊണ്ടിട്ടിട്ടുണ്ട്, പക്ഷെ മടക്കൽ കഴിഞ്ഞിട്ടില്ല. പിന്നെ കുറച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു, കഴുകാനുള്ള തുണികൾ കഴുകിയ തുണികൾ തോരട്ടു കേട്ടോ. പിന്നെ നമ്മുടെ തേജു ഇതേ കളിക്കാൻ പോയിക്കായിരുന്നു കേട്ടോ. അവ അതേ കളി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. പിന്നെ ഞാനും തേജും കൂടിയിട്ട് ഇതേ മേലൊക്കെ കഴുകി വിളക്കൊക്കെ കൊളത്തിയിട്ടാ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമായിട്ടാ, വയ്യാത്ത ഫീലൊക്കെ ഒന്ന് വിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ കുറച്ചേരം നമ്മുടെ തേജപ്പൻ്റെ കൂടെ ഇരിക്കട്ടെ ചെയ്യുക പഠിക്കാൻ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.